ഹായ് ഹലോ നമസ്കാരം. ഞാൻ രൂപ ഉദയകുമാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ പുറമേയുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ പറയും എന്ത് മനോഹരം എന്നല്ലേ. അത് ഓരോരുത്തരുടെ ജീവിതം എടുത്താലും അങ്ങനെ തന്നെയാണ്. അവർ പുറത്ത് അടിപൊളിയായി നടക്കുന്നു, ഒരുപാട് സന്തോഷത്തോടെ ചിരിക്കുന്നു, വസ്ത്രങ്ങൾ അണിയുന്നു, എന്നിട്ട് നമ്മൾ പറയും എത്ര മനോഹരമായിട്ടാണ് അവർ ജീവിക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ യാഥാർത്ഥ്യം. ഒരാളുടെ സന്തോഷം നമ്മൾ യൂട്യൂബ് ചാനലിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസിലൂടെയോ അല്ലെങ്കിൽ പുറം കാഴ്ചകളിലൂടെയോ കാണുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു വലിയ യൂട്യൂബ് കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന ഒരു വലിയ യൂട്യൂബ് ചാനൽ നടത്തുന്ന രണ്ട് ജ്യേഷ്ഠാനുജന്മാർ, അവരുടെ അച്ഛനമ്മ, അവരുടെ ഇടയിലുണ്ടാകുന്ന ഇണക്കങ്ങളും പിണക്കങ്ങളും മനോഹരമായ നിമിഷങ്ങളും കോർത്തിണക്കി അവർ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. 4 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെയുള്ള അത്രയും വലിയ ചാനലിന് ഇന്ന് ഒരു വലിയ പ്രശ്നം വന്നിരിക്കുകയാണ്. എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്? അവരുടെ ഫാമിലി തന്നെ, ജ്യേഷ്ഠൻ, അനുജൻ, അച്ഛൻ, അമ്മ, ഇവരുടെ ഇടയിലേക്ക് ഏട്ടൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നു, ഭാര്യയാകുന്നു, പിന്നെ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു, അങ്ങനെ ഒരുപാട് വീഡിയോ അവർ ഇടാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 2 മാസക്കാലമായി അവരുടെ വീഡിയോയിൽ ഏട്ടനെയും ഭാര്യയെയും മാത്രമേ കാണുന്നുള്ളൂ. അച്ഛനെയും അമ്മയും അനുജനെയും ഒന്നും കാണാറില്ല. അപ്പോൾ തന്നെ അവരുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അവരോട് ചോദിക്കാൻ തുടങ്ങിയിരുന്നു, ഇവരൊക്കെ എവിടെ പോയി, എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോസിൽ ഇവരൊന്നും വരാത്തതെന്ന്. അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ കഴിഞ്ഞ ദിവസം പ്രവീൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒറ്റപ്പെട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്, ഞങ്ങൾ വീട് വിട്ടിറങ്ങേണ്ടി വന്ന ഒരവസ്ഥയാണ്, എനിക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലാതായിപ്പോയി, വീഡിയോസിലൊക്കെ ഞങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ കഴിയുന്നുണ്ടെങ്കിലും നമ്മളുടെ ലൈഫിൽ ചെറിയ പ്രശ്നങ്ങൾ പറ്റിയെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വീഡിയോയ്ക്ക് ശേഷം അവരുടെ ഫാമിലി അതായത് പ്രണവ് അനിയൻ ഒരു വീഡിയോ ഇന്നലെ ഇറക്കി. കൊച്ചു എന്നുകൂടെയുള്ള വിളിപ്പേരുള്ള അവരും അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ട് അവരുടെ ഒരു എക്സ്പ്ലനേഷനും കൂടെ തന്നു. ഏട്ടൻ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, അവൻ്റെ വീടാണ്, അവർക്ക് വന്ന് ഇവിടെ ജീവിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം കൊമ്പ് കോർക്കുന്ന പോലെ വീഡിയോകൾ ഇങ്ങനെ ഇടുകയാണ്. അതിൻ്റെ കുറച്ച് തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൾക്ക് മുന്നാണ് പ്രവീൺ എന്ന് പറയുന്ന ആൾ തനിക്ക് ആ വീട്ടിൽ അച്ഛൻ്റെയുടെയും അമ്മയുടെയും അടുത്ത് നിന്ന് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ ഇറക്കുന്നത്. നമുക്കൊന്ന് ആ വീഡിയോ കണ്ടിട്ട് അവരുടെ എക്സ്പ്ലനേഷനിലേക്കൊക്കെ പോവാം. ആദ്യം ഒന്ന് ആ വീഡിയോ കണ്ടു നോക്കാം. എങ്ങനെ ഞാനത് പ്ലേ ചെയ്യണമെന്നറിയില്ല, ഒരുപാട് ദൈർഘ്യമുള്ള വീഡിയോ ആണ്, കുറച്ചായിട്ട് കാണിച്ചു തരാം. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നാണമില്ലേ ഇവിടെ ഇരിക്കാൻ, ഇറങ്ങി പൊക്കൂടെ? ഞാൻ കല്യാണം കഴിച്ച് കയറുമെന്നൊരു വീടാ, നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല. അറിയാം, ഏതൊരു പെണ്ണിനും നമ്മളെ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെന്ന് കയറുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീടായി കണ്ട് ജീവിക്കേണ്ടത് ഇനി മരണം വരെ. അങ്ങനൊരു എനിക്ക് വിളക്ക് തന്ന് കയറ്റിയ ആ വീട്ടില് എന്നോട് പറയാണ്, നാണമില്ല ഇവിടെ ഇരിക്കാൻ, നിന്റെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇത് മുരുകൻ ഉണ്ടാക്കിയിട്ട വീടല്ല, ഞാൻ ഉണ്ടാക്കിയിട്ട വീടാ, നാണമില്ല ഇവിടെ ഇരിക്കാൻ, ഇവിടെ ഇറങ്ങിപ്പോവും. അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, അമ്മയും പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചാലോ? ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളാ? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ അവളോട് ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല, നീയും കയറണ്ട, നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല, നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. അപ്പൊ എനിക്ക് വീടുണ്ടില്ലേ മുതലേ? അവരാണ് പറയുന്നത് നിനക്ക് അഡ്രസ്സും ഉണ്ട്, നിനക്ക് വീടുണ്ട്. എനിക്ക് അഡ്രസ്സും വീടും എല്ലാം ഉണ്ട്. ഞാൻ അവരെന്നെ ഇറക്കി വിട്ടിട്ടില്ല. ഞാൻ അവിടെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ ഇറങ്ങിപ്പോയാണ്. അവർ പറയുന്ന ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, ബർത്ത്ഡേയിൽ നമ്മൾ അവരെ വ്ലോഗിൽ വീഡിയോ എടുത്തില്ല, ബർത്ത്ഡേക്ക് വന്ന് പുറത്ത് നിൽക്കുന്നു എന്നുള്ളത്. ആൾറെഡി നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് അവർ വന്നത്, അതൊന്നാമത്തെ കാര്യം. പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതിന്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചുതരാം. ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത്. നീ എവിടെയാന്ന് വെച്ചോ നിന്നോ. നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത്. ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത്, നിന്റെ ചാനലിൽ ഇടരുത്. ഇഷ്ടമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പം അവര് തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എങ്ങനെയാണ് അവരുടെ വീഡിയോ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. അവര് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി നമ്മളെ വീഡിയോ ഇനി ഇടരുത്. കാറിൽ കയറിയിരുന്ന് എങ്ങോട്ട് പോണം അറിയാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് ഞാൻ ഇച്ചിരി ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എനിക്ക് ഡ്യൂ ഡേറ്റ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ എന്നെ കൊണ്ടായിട്ട് എവിടെ പോകും എന്നുള്ളൊരു ചിന്ത. നമ്മൾ കാറിൽ എത്ര നേരം ഇരുന്നു എന്നറിയും.
എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടതിന്റെ അടിയിൽ അവർക്കൊരു നെഗറ്റീവ് കമന്റ് നമ്മൾ കണ്ടില്ല. എല്ലാരും ഒന്നിക്കട്ടെ 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 എന്ന് മാത്രമേ കണ്ടുള്ളൂ. നമുക്ക് നമ്മൾ അവരെ കുറിച്ച് ഒരു കുറ്റവും നമ്മൾ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അവരിങ്ങനെ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത് ഇട്ടേന്ന് അറിയത്തില്ല. ഒരു അച്ഛനും അമ്മയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുക കേട്ടോ, മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര മക്കളും ആയിക്കോട്ടെ, 2 3 ആയിക്കോട്ടെ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക എന്നല്ല, സ്നേഹിക്കുക. 2 മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കുക. ഒരു ഇളയവൻ അല്ലെങ്കിൽ ഇളയ കുട്ടി എന്ന രീതിയിൽ അവനെ ഒരുപാട് ലാളിച്ചും, മൂത്തവൻ അവൻ എന്തും സ്ട്രഗിൾ ചെയ്തോട്ടെ, അവനെന്നും ഒറ്റയ്ക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. അത് ഫേസ് ചെയ്തവർ ഒരുപാട് പേര് കാണും. അതിലൊരു ഇരയാണ് ഞാൻ. അത് ഇന്നും ഇന്നലെ തുടങ്ങുന്നതല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പും ആയിക്കോട്ടെ. കല്യാണം കഴിച്ചതിന് ശേഷം അതിന്റെ എക്സ്ട്രീമായി. പക്ഷെ അതെന്താണ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും വെറുതെ. നീ പറഞ്ഞു, ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ 2 പേരോട് പിടിച്ചു വെച്ച് അടിച്ചത്. 2 പേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി ഇവിടെ ഇറങ്ങിപ്പോൻ പറഞ്ഞില്ലേ. ഒരുവനുണ്ടാക്കിയിട്ടതല്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഞാനതിനെല്ലാം പ്രശ്നം എന്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്കറിഞ്ഞൂടെ എന്തൊക്കെ പറഞ്ഞൊരു കൊച്ചു പഠിച്ച് ചീത്ത വിളിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറും പറഞ്ഞവർ 2 അടി. നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഗർഭിണിയായിരുന്നു ആരൊക്കെ അടിച്ചത് പറ. എന്റെ വയറൊന്നും പറഞ്ഞ പിടിച്ചിട്ട് പോലെ എത്ര ഒരു മക്കൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയാം. 2 മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയും വിഷമമുണ്ട് പറയുന്നത്. ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ശരി. എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ കയ്യിൽ ഇവിടെ പിടിച്ചടിച്ചു. നമുക്ക് പോവാട്ടോ, ഇവിടെ കിട്ടോണ്ടിരിക്കും നിൽക്കുന്നത്. എല്ലാത്തിനും കാരണം ഞാനാ. അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ മാറ്റി ഒത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്ന ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ? അവൻ ചെയ്യുന്നതിനെല്ലാം ഫലം കിട്ടുന്ന എനിക്ക്. അവരെ മോനെ കെയർ ചെയ്യുന്നല്ലാണ്ട് ഇളയ മോനെ കെയർ ചെയ്യുന്ന ഒരു ഗ്ലാസ് പാല് പോലും ഇട്ട് കൊടുത്തിട്ടില്ല. ചങ്കി തട്ടി പോലെ ഇവിടെ എല്ലാ കാര്യവും നോക്കുന്നത് ഞാനാ. ഈ വീട്ടിൽ ഇല്ല, പറ്റുന്നില്ല ഇവിടെ നിൽക്കാതിരിക്കൊണ്ട്. പറയുന്നതും ചീത്ത വിളിക്കുന്നതും അടിക്കാത്തതും അവരുടെ പ്രശ്നം. എന്നെ സ്നേഹിക്കുന്നത് അവരുടെ പ്രശ്നം. അവർക്ക് 4 പേര് മതി. അന്ന് തൊട്ട് തുടങ്ങിയത്. എവിടെ പോവും, കൊണ്ടുപോകും. ഇന്നെന്തോ അച്ചിക്കോന്നോ പെൺകോന്നോ ഒക്കെ വിളിച്ചിരിക്കാറുണ്ട്. ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ. അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ. അച്ഛന്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും മീശയെ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞ് അതുകൊണ്ട് വിളിച്ചിരുന്നു. അപ്പൊ എന്റെ അമ്മ എനിക്കൊന്ന് മറുപടി എന്ന് പറയുന്നത്, അത് നിനക്ക് കുടുംബമായില്ലേ, വേറെ കുടുംബമായില്ലേ, പിന്നെ ഞാൻ നിന്നെ എന്തിനാ വിളിക്കുന്നേ? നിനക്ക് വേറെ കുടുംബമായില്ലേ, പിന്നെ ഞാൻ എന്തിനാ വിളിക്കുന്നത്? അപ്പൊ ഞാൻ ആ വീട്ടിലൂടെ വരുന്നവർക്ക് ഇഷ്ടമല്ല. ഞാൻ ഈ അൺലിസ്റ്റഡ് വീഡിയോ അയച്ചു കൊടുത്തപ്പോഴും അമ്മയ്ക്ക് പറയായിരുന്നു. കാരണം ഇതില് അമ്മ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവത്തില്ല. കാരണം വീട്ടില് അവന് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കഴിവില്ലായിരിക്കാം. അച്ഛന്റെ കാര്യം വിട്ടു, അല്ലെങ്കിൽ അമ്മ അത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇത്ര വഷളാവത്തില്ല. ഞാൻ ഒരുപാട് കോംപ്രമൈസ് എന്ന രീതിയിൽ ഞാൻ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞ അമ്മയ്ക്ക് ഇതൊന്ന് സോൾട്ട് ചെയ്യായിരുന്നു ഉറപ്പായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും നമ്മളെ കുടുംബം നാളത്തില്ലായിരുന്നു. ആദ്യം പറഞ്ഞത് അത് ഞാൻ പിന്നാണ് അറിയുന്നത്. പക്ഷെ ആ അമ്മയാണ്. ഏട്ടന്റെ അടുത്ത് ഒരു ദിവസം താഴെ ഏട്ടൻ ഈ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോയപ്പോ പറയാണ്, ഈ കുഞ്ഞു വയറ്റിലായതിനു ശേഷമാണ് നമ്മുടെ കുടുംബത്തില് പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങിയത്. എന്റെ അമ്മയാണോ ഫസ്റ്റ്? പക്ഷെ ഞാനത് അറിയുന്നില്ല. ഒരു ദിവസം ഏട്ടൻ താഴെ കയറുന്ന നിർത്താതെ കരയാണ്. കരഞ്ഞിട്ട് എനിക്കിവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിർത്താതെ കരയാണ്. ഇപ്പൊ എന്തോ ഏതാ പ്രശ്നം എനിക്കറിയുന്നില്ല. ഞാൻ കൂടെ കരയാണ്, എന്തോന്നും അറിയത്തില്ല.
ഏട്ടൻ പറയുന്നത് നമുക്ക് ഇവിടുന്ന് പോവാം, നമുക്ക് ഇവിടുന്ന് ഇനി ഒരു നിമിഷം പോലും നിൽക്കേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അന്ന് ആ ഒരു ദിവസം നമ്മൾ പുറത്തു പോയി റൂം എടുത്ത് താമസിച്ചു. അവിടെ നിന്നാണ് നമ്മൾ ഒരു ദിവസം സ്കാനിങ്ങിന് പോകുന്നത്. അതിന് മുന്നേ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വന്നിട്ടാണ്, ഒരു പെണ്ണ് വന്ന് കയറിയ പെണ്ണാണ് അവരുടെ കുടുംബം നശിച്ചത്. അത് പിന്നെ എല്ലാവരും പറയുമല്ലോ, ഒരു വന്ന് കയറിയ പെണ്ണിന്റെ മണ്ടേ കൊണ്ടും കിടുമല്ലോ. എത്രയൊക്കെ സഹിച്ച് ക്ഷമിച്ച് കൂടെ നിന്ന് പോയാലും അത് ആ പെണ്ണിന് ഉള്ള കുറ്റമാണ്. ശരി, അത് പറഞ്ഞോട്ടെ. പക്ഷെ ഈ കുഞ്ഞിനെ അങ്ങനെ അവർ പറഞ്ഞു എന്നുള്ളത് കേട്ടിട്ട് പിന്നെ കുഞ്ഞിനെ കാണാൻ വരുന്നത് എന്തിനാ? വീഡിയോ എടുക്കാൻ. അവന് വീഡിയോ എടുത്ത് അവന്റെ അക്കൗണ്ടിൽ ഇട്ട് അവനുള്ള നെഗറ്റീവ് കമന്റ് മാറ്റി അവന്റെ ഭാവി എന്തോ അവനെ മതി. ഈ കുഞ്ഞിനെ പോലും അവർക്ക് വേണ്ട കൊടുത്തത്. പക്ഷെ അവർ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം. ഇപ്പൊ കൂട്ടുകാരായിക്കോട്ടെ, അല്ലാതെ പേഴ്സണലി വിളിച്ചു നമ്മൾ പറഞ്ഞിട്ടില്ല, ആരോടും നമ്മൾ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മൃദുലയുടെ അമ്മയ്ക്ക് അച്ഛനൊക്കെ അതിശയമായിരുന്നു എന്നെ ഇങ്ങനെ എന്റെ ശരീരമൊക്കെ കണ്ടിട്ട്. അവരും കരയുമായിരുന്നു എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന്. എന്നിട്ട് ഒരു മോൾക്ക് വന്നതല്ലേ, ആ അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തു നിങ്ങൾ കേസൊന്നും പോവല്ലേ, ചോദിക്കല്ലേ. ഞാൻ അവരുടെ അടുത്ത് കൈകൂപ്പി. സീരിയസ്ലി ഈ ഒരു അവസ്ഥയിൽ വേണ്ട. കാരണം അവര് മകളാണ്, അവരുടെ മകൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നത്. കഴിഞ്ഞിട്ട് എന്നെ ഒരു അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോൾ വിളിച്ചിട്ട് വളരെ അത് സത്യം പറഞ്ഞ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവർക്ക് പേടിയെത്തണം ഇവർ കയ്യിൽ നിന്ന് പോകുന്ന കാര്യം. പിന്നെ ഇവർ വളരെ ഞാൻ ആലോചിക്കും ഇവരെന്തെങ്കിലും നാടകം കളിക്കുന്നത്. എന്നെ വിളിച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മോനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നുവെച്ചാൽ അവർക്കിത് റെക്കോർഡ് ചെയ്യണോ എന്തൊക്കെ ചെയ്യണം അതിനു വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത്. എനിക്കൊന്ന് മനസ്സിലാവും. കാരണം എന്റെ അച്ഛൻ നേരെ സംസാരിക്കുന്നതും നാടക രീതിയിൽ സംസാരിക്കുന്നതും എനിക്കറിയാം. ഞാൻ എന്നിട്ട് അവരുടെ തന്നെ പറയും നിങ്ങൾ നാടകം കളിക്കുന്നത്. എന്നിട്ട് അവൻ പറയാം എനിക്ക് മാനസിക രോഗമാണ്, എനിക്ക് കൗൺസിലിംഗ് കൊണ്ടുപോയി എന്നെ അടിച്ചവിടെ ഇറക്കി വിട്ടിട്ട് എന്നെ കൗൺസിലിംഗ് ഉണ്ട്. കാരണം അവരങ്ങനെയൊക്കെ അവര് വേറെ രീതിയിലൊക്കെ ആക്കി തീർക്കുക. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു. അതാണ് എനിക്ക്. എത്രയൊക്കെ പറഞ്ഞാലും ആ വീഡിയോയിൽ അവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ ആളുകൾ സംസാരിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കുടുംബത്തിൽ സംഭവിക്കും ഇല്ല എന്നല്ല. പക്ഷേ ഇത്രത്തോളം ഭയാനകമായ രീതിയിൽ അത്രയും ക്ലോസ് ആയിട്ട് സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? അതൊരു വല്ലാത്ത വിഷയം തന്നെയാണ്. എന്നിട്ട് ഇപ്പോൾ അവർ വേർപിരിഞ്ഞ് അമ്മയുടെ അച്ഛനോടൊപ്പം അല്ല താമസിക്കുന്നത്. അവർ വേറെ എവിടെയോ വാടകയ്ക്ക് വീടെടുത്ത് അവരുടെ ആ കുഞ്ഞു കുട്ടിയുമായി താമസിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവർ പറയുന്ന കേട്ടില്ലേ? അവരുടെ വീഡിയോയിൽ അവർ പറയുകയാണ് ഞങ്ങളുടെ കുട്ടിയെയാണ് അവർ ശപിക്കുന്നത്, ആ കുട്ടി വന്നത് മുതലാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. എന്താ അല്ലേ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നുന്നു. പുറമോടിയിലൊന്നും വിശ്വസിക്കരുതെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. ഇനിയെങ്കിലും അപ്പോൾ അനിയൻ പറയുന്ന എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടെ ഞാൻ ഇതിൽ പ്ലേ ചെയ്യാം. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത്, നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുതെന്ന് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. കാരണം എത്ര മനോഹരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അവരുടെ സന്തോഷ നിമിഷങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു കുളിർമ തന്നെയായിരുന്നു. അപ്പോൾ ഇവരുടെ ഇടയിൽ സംഭവിച്ചത് സംഭവിച്ചു. ഇനി അവർ ഒത്തുപോകുമോ ഇല്ലയോ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ എല്ലാ തെറ്റുകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് പരിഹാരമുണ്ട്. പരിഹാരം കണ്ടെത്തുന്നവരുണ്ട്, ഒത്തിണങ്ങി ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ അച്ഛനോടെയും അമ്മയോടെയും ജ്യേഷ്ഠന്മാരുടെയും അനുജന്മാരുടെയും ഒക്കെ കൂടെയുള്ള വീഡിയോകൾ ചേർന്ന് ആ കുടുംബത്തിൽ വീണ്ടും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ വരണമെന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മളുടെ വീട്ടിലേക്ക് വന്ന് കയറുന്ന കുട്ടി എന്ന് പറയുന്നത് ഏതോ ഒരു വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും മകളാണ്. അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു വിഷമം നേരിടുമ്പോൾ പോൽ തന്നെ അവർ അവിടെ അന്യരായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതൊരു അച്ഛനും അമ്മയും ശ്രദ്ധിക്കുക, തൻ്റെ മകൻ്റെ ഭാര്യയായി വരുന്ന ഒരു സ്ത്രീ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടേതായ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയും കൂടെ ചെറിയ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ജീവിതം എന്ന് പറയുമ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ്, പ്രശ്നങ്ങൾ വരും പോകും. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ജീവിതം ഒത്തൊരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ അല്ലേ ജീവിതം. നമ്മൾ ഓരോരുത്തരും പുറമേ എന്ന് പറയുന്നത് പോലെ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്നാലും ഒരുപാട് പ്രതീക്ഷിക്കുന്നു നല്ലൊരു ഒത്തൊരുമയുള്ള വീഡിയോ കാണുവാൻ വേണ്ടി.